പ്രധാനമായും CPIM-ന്റെ മുൻകൈയിൽ മലബാർ കേന്ദ്രമായി ആരംഭിച്ച കേരള ദിനേശ് ബി ഡി സഹകരണ സംഘം വർഷങ്ങളോളം സംഘടിത തൊഴിലാളി ശേഷിയുടെ മറ്റൊരു പേരായി കൂടെയാണ് നിലനിന്നത്. തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത ₹1 ഷെയറുകളും സർക്കാർ നൽകിയ 1.90 ലക്ഷം രൂപയും കൈമുതലാക്കി ആരംഭിച്ച ദിനേശ് ബി ഡി കമ്പനി CPIM-ന്റെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പഠനശാലകളുമായിരുന്നു. വർഷങ്ങളിലെ തൃപ്തികരമായ നിലനിൽപ്പിന് ശേഷം മാറിയ സാഹചര്യങ്ങളുടെ കൂടെ സമ്മർദ്ദഫലമായി ദിനേശ് സംഘം അതിന്റെ തകർച്ചയുടെ തുടക്കകാലത്തെത്തി. പാർട്ടിയും വ്യവസായ സംരംഭങ്ങളടക്കമുള്ള പാർട്ടിയുടെ മറ്റു സ്ഥാപനങ്ങളും വളരുമ്പോഴും ദിനേശ് സംഘം തകർച്ചയെ നേരിടുന്നത് തൊഴിലാളികൾക്കിടയിലുണ്ടാക്കിയ അസംതൃപ്തി ഒടുവിൽ പുറത്തുവന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 29-ന് പിണറായി സൊസൈറ്റിയിലെ തൊഴിലാളികൾ സ്വയം സംഘടിച്ച് നടത്തിയ ഉപരോധം പാർട്ടിയെ ഞെട്ടിച്ചു. അപകടഘട്ടത്തിൽ തങ്ങളെ താങ്ങാതിരുന്ന പാർട്ടിക്കെതിരെയുള്ള അമർഷം തൊഴിലാളികൾ മറച്ചുവെച്ചില്ല. അവരൊരു സഹകരണമില്ല, ഞങ്ങൾ അവർക്ക് വേണ്ടാത്ത മതിയായി. തൊഴിലാളികൾ അവർക്ക് വേണ്ടാന്ന പോലെ നമുക്ക് തോന്നുന്നു. അവർ പിന്നെ പണമുള്ള കൂടെ പോകുന്നത്. അവരിപ്പം പോകുന്ന കച്ചവടക്കാർ മറ്റേ നമ്മളെ തൊഴിലാളി അവരെ വരുത്തേയില്ല. കാരണം നമ്മളെന്താ മാറ്റം പറഞ്ഞ് പറ്റിക്കല ഇപ്പം അവർ സ്ഥിതി. ദിനേശ് ബി ഡി തകർച്ച തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയ അസംതൃപ്തി നിലനിൽക്കെയാണ് ജില്ലയിലെ കൂത്തുപറമ്പ്, അഴീക്കോട് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദിനേശിൽ പ്രതിസന്ധിയുണ്ടായത് UDF സർക്കാരിന്റെ ദുർഭരണം മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന CPIM നേതൃത്വം തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് ബാധിക്കുമെന്ന് പേടിക്കുന്നില്ല. കണ്ണൂരിലെ അടിയുറച്ച CPIM അനുഭാവികളായ ദിനേശ് തൊഴിലാളികൾ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നില്ല. എങ്കിലും ഈ പ്രതിസന്ധിയുടെ കാര്യകാരണങ്ങൾ ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് നിരീക്ഷകർ പറയുന്നു. പരമ്പരാഗത വ്യവസായ മേഖല നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പാർട്ടി വിലക്ക് മറികടന്നും സമരമായി രംഗത്തെത്തിയത് കണ്ണൂരിന് മാത്രമായുള്ള രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ടാകാം. കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ CPIM-ന്റെ അഭിമാനമായിരുന്ന ദിനേശ് ബി ഡി കമ്പനി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോഴാണ് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഒരുപക്ഷെ CPIM പ്രതീക്ഷിക്കുന്ന വിജയത്തെ അട്ടിമറിക്കാൻ ദിനേശ് പ്രശ്നത്തിന് കഴിഞ്ഞേക്കില്ല. എങ്കിലും അമ്യൂസ്മെന്റ് പാർക്കുകൾ അടക്കമുള്ളവ വിജയിപ്പിക്കുന്ന പാർട്ടിക്ക് ഈ പരമ്പരാഗത വ്യവസായത്തിന് മുന്നിൽ എന്ത് സംഭവിച്ചുവെന്ന് വിശദീകരിക്കാൻ പാർട്ടിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബാധ്യതയുണ്ട്. സനീഷ്, കണ്ണൂർ, ഇന്ത്യ വിഷൻ.